ഹായ് എവരിവൺ. ഡ്രൈ ഹെയർ അഥവാ വരണ്ട മുടി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്നും അത് കുറയാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നോക്കാം. നമ്മുടെ മുടിക്ക് സ്മൂത്ത് ടെക്സ്ചർ നൽകുന്ന സെബം എന്നൊരു സെക്രീഷനാണ്. ഈ സെബത്തിന്റെ ക്വാണ്ടിറ്റി നമ്മുടെ തലയോട്ടിൽ കുറയുമ്പോഴാണ് ഈ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടിപ്പോകാൻ കാരണമാകുന്നത്. സോ നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഫംഗൽ രോഗങ്ങൾ ലൈക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരുമ്പോഴോ, പ്രായം കൂടുമ്പോഴോ, ക്ലൈമാറ്റിക് വേരിയേഷൻ ഉള്ളപ്പോഴോ, തൈറോയ്ഡ് ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ ഉള്ളപ്പോഴോ നമ്മൾ തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അമിതമായി ക്ലോറിൻ കണ്ടന്റോ ഉപ്പിൻ്റെ കണ്ടന്റോ ഉണ്ടെങ്കിലോ, നമ്മൾ കൂടുതൽ സമയം തല കഴുകാനായിട്ട് എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ അമിതമായിട്ട് ഷാംപൂ, ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ള സോപ്പ്, ക്രീംസ്, അതുപോലെ കളറിങ് ഏജൻസി യൂസ് ചെയ്യുന്നതോ, ഹീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഡ്രൈ ഹെയർസ് ഉണ്ടാകാനുള്ള കാരണം. സോ ഇതിനായി നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ നമ്മൾ തല കഴുകിയാൽ മാത്രം മതിയാകും. കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ച് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 3 മുതൽ 3.5 ലിറ്ററോളം വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കൂടാണ്ട് നമുക്ക് തലയ്ക്കായിട്ട് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ആയുർവേദിക് ഹെർബൽ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമുക്ക് അയൺ കണ്ടന്റ് ഉള്ള ഇലവർഗ്ഗങ്ങൾ, അതുപോലെ മുട്ട, മാംസം, പാൽ എന്നിവ കുടിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 അടങ്ങിയ നട്ട്സ്, അതുപോലെ കൂണ്, മുട്ട, മീൻ, മാംസങ്ങളെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. കൂടാണ്ട് ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുപോലെ സെലീനിയം അടങ്ങിയിട്ടുള്ള ബ്രസീൽ നട്ട്സ്, ഷെൽ ഫിഷ് എന്നിവ കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.